വിശുദ്ധർ നവംബർ 3 വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. മനസ്താപത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും മുഴുകി ജീവിച്ച വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ ഓർമ്മ ദിവസം സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. 1579 പെറുവിൽ സ്പാനിഷ് പ്രഭുവിൻ്റെയും പനാമയിൽ നിന്നുള്ള നീഗ്രോ വംശജയായ സ്ത്രീയുടെയും മകനായിട്ടാണ് വിശുദ്ധൻ ജനിച്ചത്. അമ്മയുടെ കറുത്ത നിറവും പ്രകൃതവുമായിരുന്നു മാർട്ടിനും ലഭിച്ചത്. ഇക്കാരണത്താൽ കുലജാതനായ അദ്ദേഹത്തിൻ്റെ പിതാവ് വിശുദ്ധനെ പതുക്കെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ സഹായിയായി ജോലി നോക്കിയ യുവാവായ മാർട്ടിൻ അധികം താമസിയാതെ ഡൊമിനിക്കൻ സഭയിൽ അൽമായ സഹോദരനായി ചേരുകയും ലിമായിലെ ഒരു സന്യാസ വൈദ്യശാലയിൽ നടത്തിപ്പുകാരനായി നിയമിതനാവുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ നഗരത്തിലെ രോഗികളെയും ആഫ്രിക്കയിൽ നിന്നും പെറുവിലെത്തിച്ച അടിമകളെയും ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹം തൽപരനായി. അതിനാലാണ് അദ്ദേഹത്തെ മൃഗങ്ങളെ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത്. പല അത്ഭുതസിദ്ധികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രാഥമികമായ ഒരു പരിശീലനമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഇദ്ദേഹത്തോട് അക്കാലത്തെ മതപണ്ഡിതന്മാരായ പലരും ദൈവ സംബന്ധമായ കാര്യങ്ങളിൽ സംശയനിവാരണം വരുത്തുക പതിവായിരുന്നു. ലിമായിലെ വിശുദ്ധ റോസ്, ധന്യനായ ജോൺ മസിയാസ് തുടങ്ങിയവർ ഈ വിശുദ്ധൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സാമൂഹ്യനീതിയുടെ മധ്യസ്ഥനായി ഇദ്ദേഹത്തെ അനൗദ്യോഗികമായി പലരും വിളിക്കുന്നു. തൻ്റെ ജീവിതകാലം മുഴുവനും ഡൊമിനിക്കൻ വൈദ്യശാലയിൽ ക്ഷുരകൻ, തോട്ടം തൊഴിലാളി, മുഖ്യ രോഗീ ശുശ്രൂഷകൻ തുടങ്ങിയ നിലകളിലാണ് ചിലവഴിച്ചത്. ഏതെങ്കിലും വിദേശ പ്രേക്ഷിത ദൗത്യത്തിൽ വെച്ച് രക്തസാക്ഷി മകുടം ചൂടണമെന്ന് അതിയായി ആഗ്രഹിച്ച മാർട്ടിൻ അത് സാധ്യമല്ലാത്തതിനാൽ നിരന്തരമായ പ്രായശ്ചിത്തങ്ങളിലൂടെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അതിന് പ്രതിഫലമായി ദൈവം അദ്ദേഹത്തിന് ശൂന്യതയിൽ നിൽക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം കാണപ്പെടുന്നതിനുമുള്ള അത്ഭുതകരമായ കഴിവുകൾ പ്രദാനം ചെയ്തു. വിശുദ്ധ മാർട്ടിൻ്റെ സ്നേഹം എല്ലാവരിലും പ്രകടമായിരുന്നു. മനുഷ്യരോടും മൃഗങ്ങളോടും അദ്ദേഹം കാരുണ്യത്തോടെ പെരുമാറി. കീടങ്ങളോട് പോലും അദ്ദേഹം സ്നേഹപൂർവ്വമായിരുന്നു ഇടപെട്ടത്. തൻ്റെ സഹോദരിയുടെ വീട്ടിൽ പട്ടികൾക്കും പൂച്ചകൾക്കുമായി അദ്ദേഹം ഒരു ശുശ്രൂഷാലയം തന്നെ നടത്തിയിരുന്നു. ആധ്യാത്മികതയുടെ നിറകുടമായിരുന്ന അദ്ദേഹം തൻ്റെ സഭയിലെയും മറ്റു മെത്രാന്മാർക്കും ദൈവശാസ്ത്രപരമായി കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. ലിമായിലെ വിശുദ്ധ റോസിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഈ വിശുദ്ധൻ 1639 നവംബർ 3 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1962 മെയ് 6 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.